ഇങ്ങനെയൊരു വെടിനിർത്തൽ പ്രഖ്യാപനം വന്നതോടെ ബ്രന്റ് ക്രൂഡ് വില കുറഞ്ഞു എന്ന വാർത്ത വരുന്നു. മാത്രമല്ല ഷെയർ മാർക്കറ്റിലൊക്കെ തന്നെ വലിയ വ്യത്യാസം വന്നിരിക്കുന്നു. കൂടുതൽ വിവരങ്ങളുമായി ബിസിനസ് ഡെസ്കിൽ നിന്ന് കൃഷ്ണ ചെറിയാൻ കൂടി നമുക്കൊപ്പം ചെയ്യുന്നു. കൃഷ്ണ, ഗുഡ് മോർണിംഗ്. കൃഷ്ണ, ശരിക്കും ആശ്വാസകരമായ വാർത്ത, അതിൻ്റെ പ്രതിഫലനം ഈ കമ്പോളങ്ങളിലും ഉണ്ടാകുന്നു. വെരി ഗുഡ് മോർണിംഗ് SK. നമുക്കറിയാം 1990-കളിലെ ആഗോളീകരണം, ഗ്ലോബലൈസേഷൻ, അതിനുശേഷം ലോകത്തെ നമ്മൾ ഒരു ഗ്രാമമായിട്ടാണ് കാണുന്നത്, ഒരു ഗ്ലോബൽ വില്ലേജ് ആയിട്ടാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ ലോകത്തിന്റെ ഒരു ഭാഗത്ത് സംഭവിക്കുന്ന എന്ത് കാര്യങ്ങൾക്കും ലോകത്തിന്റെ മറ്റെല്ലാ ഭാഗങ്ങളിലും അതിൻ്റെതായിട്ടുള്ള പ്രഭാവം ഉണ്ടാകും. അതായത് അങ്ങ് അമേരിക്കയിൽ ഒരു പൂമ്പാറ്റ ചിറകടിച്ചാൽ ഇങ്ങ് കേരളത്തിൽ പ്രളയം ഉണ്ടാകുമെന്ന് പറയുന്ന അതേ ബട്ടർഫ്ലൈ ഇഫക്റ്റ് പോലെ അങ്ങ് അമേരിക്കയിലിരുന്ന ട്രംപ് ചിന്തിക്കുന്നതും ട്രംപിന്റെ വാക്കുകളിലൂടെ പുറത്തു വരുന്നതുമായ കാര്യങ്ങൾ ആഗോള നിക്ഷേപകരെ സ്വാധീനിക്കുന്നു, ആഗോള വിപണികളെ സ്വാധീനിക്കുന്നു എന്ന് പറയുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. ട്രംപ് അങ്ങോട്ട് ചാടടാ എന്ന് പറയുമ്പോൾ അങ്ങോട്ട് ചാടുകയും ഇങ്ങോട്ട് ചാടടാ എന്ന് പറയുമ്പോൾ ഇങ്ങോട്ട് ചാടുകയും ഇനി എന്ത് പറയും എന്ന ആ ഒരു ആശങ്കയിലിരിക്കുന്ന ഒരു കൂട്ടം നിക്ഷേപകരെയും ഒരു കൂട്ടം വിപണികളെയുമാണ് നമ്മൾ കണ്ടത്. എന്തായാലും ഈ ഒരു പ്രഖ്യാപനം വന്നതിന് ശേഷം വിപണികളിലൊക്കെ വലിയ മാറ്റമാണ് സംഭവിച്ചിരിക്കുന്നത്. അമേരിക്കൻ വിപണികൾ ലാഭത്തിലേക്ക് കുതിച്ചു. എൻവിഡിയ, ടെസ്ല, ഇന്റൽ തുടങ്ങിയ ഓഹരികൾ മുന്നോട്ട് വരുന്നത് നമ്മൾ കണ്ടു. ഇവിടെ നമുക്ക് കാണാം അമേരിക്കൻ വിപണികൾ. ഈ അമേരിക്കൻ വിപണികളുടെ ചുവട് പിടിച്ച് ജപ്പാനിലെ നിക്കായ് ഇപ്പോൾ ലാഭത്തിലാണ്. ഒപ്പം തന്നെ ഹോങ്കോങ്ങിലെ ഹാങ്സെങ് വിപണി ലാഭത്തിലാണ് നേട്ടം കൊയ്യുന്നത്. അതുപോലെ തന്നെ ദക്ഷിണ കൊറിയയിലെ കോസ്പി അതും 6% നേട്ടത്തിലാണ് ഇന്ന് വ്യാപാരം ആരംഭിച്ചത്. ഇനി നമ്മൾ കമോഡിറ്റിയിലേക്ക് വരികയാണെങ്കിൽ ബ്രന്റ് ക്രൂഡ് നമ്മളെയൊക്കെ ബാധിക്കുന്നതാണ്. ഇന്ധന വിലക്കയറ്റം ഉണ്ടാകുമെന്നൊക്കെ നമ്മൾ ഭീഷണി ഉണ്ടായിരുന്നതാണ്. ബ്രന്റ് ക്രൂഡ് വില 19% വരെ കുറഞ്ഞ് 92-ലെത്തിയിരുന്നു. 90-ലേക്ക് പോകും എന്ന് നമ്മൾ കരുതിയിരുന്നു. പക്ഷേ ഇപ്പോൾ ഇത് റിയൽ ടൈം ആണ്. 94.78 ബാരലിന് ഇപ്പോൾ വില. ഇനി നമ്മൾ ഗോൾഡിലേക്ക് വന്നു കഴിഞ്ഞാൽ സ്വർണ്ണവില കൂടുന്ന കാഴ്ചയാണ്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ നോക്കിയാൽ സ്വർണത്തിന്റെയും വെള്ളിയുടെയും വിലയിൽ 22% ഇടിവാണ് ഉണ്ടായിരുന്നത്. ഒരു നിശ്ചയവുമില്ലേ ഒന്നിനും, വരും ഓരോന്ന് വന്ന പോലെ എന്ന് പറഞ്ഞതുപോലെ ഒന്നിനും നിശ്ചയമില്ലാത്ത സമയത്ത് സ്വർണ്ണവില കുറഞ്ഞിരുന്നു. ആ 22% കുറവിനെ ഇനി മറികടന്ന് മുകളിലേക്ക് പോകുമോ എന്നാണ് നമുക്ക് നോക്കേണ്ടത്. $4,580 ഔൺസിന് കഴിഞ്ഞ ദിവസം നിന്നത് ഇതിപ്പോൾ 4,846 എത്തിയിരുന്നു. അപ്പോൾ നമ്മൾ കാണുന്നത് സ്വർണ്ണ വിലയിൽ ഒരു കയറ്റം ഉണ്ടാകാനുള്ള സാധ്യതയാണ്. സ്വർണം കയറുമ്പോൾ വെള്ളിയും പ്ലാറ്റിനവും പലാഡിയവും ഒക്കെ അതോടൊപ്പം കയറാനുള്ളൊരു സാധ്യതയുണ്ട്. മറ്റൊന്ന്, കഴിഞ്ഞ ദിവസം എയർ ഇന്ത്യ ഇന്ധന സർചാർജ് കൂട്ടിയെന്ന വാർത്തയാണ്. വിമാന ടിക്കറ്റ് നിരക്ക് നമ്മൾ പിടിക്കുന്നതിനപ്പുറത്തേക്ക് പോകും എന്നൊരു വാർത്തയാണ്. അതായത് ഫെബ്രുവരി അവസാനം $99 ആയിരുന്ന വിമാന ഇന്ധന വില അത് 195 എന്ന നിരക്കിലേക്ക് എത്തുന്നു. അതുകൊണ്ട് തന്നെ ഇന്ധന സർചാർജ് കൂടുമ്പോൾ നമ്മൾ ആഭ്യന്തര യാത്രക്കാർ ശ്രദ്ധിക്കേണ്ടത് ഒരു 500 കിലോമീറ്റർ താഴെയൊക്കെ 299 രൂപയും 501 to 1000 കിലോമീറ്ററിൽ അത് 399 രൂപയും 2000 കിലോമീറ്ററിന് മുകളിലുള്ള ആഭ്യന്തര യാത്രക്കാർക്ക് 899 രൂപയും ഒരു വിമാന ടിക്കറ്റിൽ കൂടുന്നു. ഇതിന് ഇന്റർനാഷണൽ ട്രിപ്പിലേക്ക് വന്നു കഴിഞ്ഞാൽ ഗൾഫ് രാജ്യങ്ങളിലേക്ക് $50 സർചാർജ് വരുന്നത്. സിംഗപ്പൂരിലേക്ക് $60, നോർത്ത് അമേരിക്കയിലും ഓസ്ട്രേലിയയിലും ഒക്കെ പോകുന്നവർക്ക് വലിയ കഷ്ടമാണ്. $280 എന്ന് പറയുമ്പോൾ രൂപയിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ എത്ര രൂപയാണ് ഓരോ യാത്രക്കാരും കൂടുതൽ കൊടുക്കേണ്ടി വരുന്നത്. മാത്രവുമല്ല, ഈ യുദ്ധം നമ്മുടെ ഓരോ മേഖലയും ബാധിച്ചിരുന്നു. പ്രത്യേകിച്ച് ഈ വിനോദസഞ്ചാര മേഖല. മിഡിൽ ഈസ്റ്റിൽ നിന്ന് ഏറ്റവും കൂടുതൽ വിനോദസഞ്ചാരികൾ ഇന്ത്യയിലേക്ക് വന്നിരുന്ന ഒരു സമയം കൂടിയാണ്. ഊട്ടിയിലും കൊടൈക്കനാലിലും ഒക്കെ ഗ്യാസ് ലഭ്യത കുറഞ്ഞു, ഹോട്ടലുകൾ അടച്ചുപൂട്ടി. അതുകൊണ്ട് തന്നെ ബുക്കിംഗ് ക്യാൻസലാക്കുന്ന വിനോദസഞ്ചാരികളെ നമ്മൾ കണ്ടു. ഒപ്പം തന്നെ ഇന്ത്യയിൽ നിന്ന് ഏറ്റവും അധികം കയറ്റുമതി ഉണ്ടായിരിക്കുന്നത് ഈ ഗൾഫ് മേഖലയിലേക്കാണ്. അരി, പഴം, പച്ചക്കറികൾ ഇതൊക്കെ ഇങ്ങനെ പലയിടങ്ങളിലായിട്ട് കെട്ടിക്കിടക്കുകയാണ്. നാമക്കലിലുള്ള മുട്ടകൾ. അപ്പോൾ ഇതൊക്കെ എന്ത് ചെയ്യും? ഷെൽഫ് ലൈഫ് ഏറ്റവും കുറഞ്ഞ സാധനങ്ങളാണ് ഇതൊക്കെ. അപ്പോൾ ഇതൊക്കെ എന്ത് ചെയ്യുമെന്നിങ്ങനെ വ്യാപാരികൾ തലയ്ക്ക് കൈയും കൊടുത്തിരിക്കുന്ന ഒരു 40 ദിവസങ്ങളാണ് നമ്മൾ കണ്ടത്. ഇതിനൊരയവുണ്ടാകുമ്പോൾ നമ്മൾ ഈ പറയുന്ന നിമിഷം യുദ്ധം പൂർണ്ണമായി നിർത്തിയെന്ന് പറയുമ്പോഴും ബാക്ക് ടു നോർമൽ എന്നൊരവസ്ഥയിലേക്ക് നമുക്ക് പോകണമെങ്കിൽ അതിന് ദിവസങ്ങൾ എടുക്കും SKN. അത് നമ്മൾ ഈ പറയുന്നത് പോലെ ഈസി ആയിട്ടുള്ള കാര്യങ്ങൾ, ഓരോ കാര്യങ്ങളും പതുക്കെ തിരിച്ച് അതിൻ്റെ ഒറിജിനാലിറ്റിയിലേക്ക് വരണമെങ്കിൽ അതിന് സമയമെടുക്കും. എന്തായാലും ആ സമയത്തിന് വേണ്ടി നമുക്ക് കാത്തിരിക്കാം. ഇനി ഈ കെട്ടിക്കിടക്കുന്ന ബസുമതി അരിയും പഴവും പച്ചക്കറിയും ഒന്നും ഈ വിപണികളിലേക്ക് എത്തിക്കാൻ സാധിക്കില്ല. പക്ഷേ പുതിയ വിപണികൾ നമുക്ക് കണ്ടെത്താനുള്ള ഒരു സാധ്യതയും ഈ 40 ദിവസത്തിനുള്ളിൽ ഉണ്ടായിരുന്നു. പക്ഷേ ഇവർക്കെല്ലാം ഒരു ആശ്വാസമാകും എന്ന് നമുക്ക് കരുതാം. എന്തായാലും ഈ ഒരു പ്രഖ്യാപനത്തിന് ശേഷം ഡോളർ ഏഷ്യൻ കറൻസികൾക്കെതിരെ താഴ്ന്നിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം രൂപ വളരെ മികച്ച നിലയാണ് ക്ലോസ് ചെയ്തത്. ഡോളറിനെതിരെ 92, 95-ലേക്ക് കൂപ്പുകുത്തി. നമ്മളിത് 100-ലേക്ക് പോകുമെന്നൊക്കെ കരുതിയതാണ്. അത് 92-ലെത്തി. ഇന്ന് എന്തായാലും രൂപയുടെ നില വീണ്ടും മെച്ചപ്പെടുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. കാരണം ഈ ബ്രന്റ് ക്രൂഡിന്റെ വില കുറയുമ്പോൾ രൂപയുടെ മൂല്യം കൂടും. കാരണം നമ്മൾ ഈ ഇന്ധനം കൂടുതലായി ഇറക്കുമതി ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത്? നമുക്ക് കൂടുതൽ പണം ഡോളറിൽ കൊടുക്കേണ്ടി വരും. അങ്ങനെ വരുമ്പോൾ രൂപയുടെ മൂല്യം ഇടിയും. അതായിരുന്നു സംഭവിച്ചുകൊണ്ടിരുന്നത്.
പക്ഷേ ഈ അവസ്ഥയ്ക്കൊക്കെ ഒരു മാറ്റം ഉണ്ടാകട്ടെ. പക്ഷേ ഇതൊരു തുടക്കം മാത്രമാണ്. ഇതിൽ പറയുന്ന പല കണ്ടീഷൻസും ഉണ്ട്. ഈ 10 പോയിന്റിൽ യുറേനിയം സമ്പുഷ്ടീകരണം അവരെ അനുവദിക്കണമെന്ന് പറയുന്നുണ്ട്. ഇറാൻ ഉണ്ടായ നാശനഷ്ടങ്ങൾ, അതിന് നഷ്ടപരിഹാരം, സാമ്പത്തികമായ നഷ്ടപരിഹാരം കൊടുക്കണമെന്ന് പറയുന്നുണ്ട്. അതിന്റെ എസ്റ്റിമേറ്റ് എത്രയായിരിക്കും കണക്കാക്കുന്നത്, ആരായിരിക്കും കണക്കാക്കുന്നത്, ആര് നഷ്ടപരിഹാരം കൊടുക്കുമോ, അമേരിക്ക കൊടുക്കുമോ, ഇസ്രയേൽ കൊടുക്കുമോ, ഇതൊക്കെ ഉണ്ട്. ഒപ്പം തന്നെ പാകിസ്ഥാനും ചൈനയും പോലുള്ള രാജ്യങ്ങൾ മധ്യസ്ഥ മേശയിൽ രാജാക്കന്മാരായി വരുന്ന കാഴ്ചയും നമ്മൾ കണ്ടു. എന്ത് സംഭവിച്ചാലും അത് ആഗോള ജനതയ്ക്ക് നല്ലതായി സംഭവിക്കട്ടെ. നമ്മുടെയൊക്കെ അടുക്കളയിൽ കടന്നുകൂടിയ യുദ്ധം, എത്ര ഹോട്ടലുകളാണ് അടഞ്ഞു കിടന്നത്. അപ്പോൾ ഈ കാര്യങ്ങൾക്കൊക്കെ ഒരു മാറ്റം ഉണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അതായിരിക്കാം ചിലപ്പോൾ ഈ വിപണികളിലൂടെ നമ്മൾ പ്രതിഫലിക്കുന്നത്. ആ പ്രതിഫലനം വരും ദിവസങ്ങളിലും ഉണ്ടാകട്ടെ എന്ന സമാധാന ശുഭപ്രതീക്ഷയോടെ SKN. ഓക്കെ, താങ്ക് യു കൃഷ്ണ ചെറിയാൻ. എന്തായാലും ആശ്വാസകരമായ വാർത്ത തന്നെയാണ്. 2 ആഴ്ചയിലേക്ക് പശ്ചിമേഷ്യയിൽ സമാധാനം വരുന്നു. ചർച്ചകൾ നടത്തി ഒരു പരിഹാരം കണ്ട് യുദ്ധം എന്നേക്കുമായി അവസാനിക്കട്ടെ എന്നാണ് നമുക്ക് പറയാൻ കഴിയുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.